അങ്ങനെ നോമ്പും കഴിഞ്ഞ് പെരുന്നാൾ 2 കൈയും ഫുള്ള് മെയിലാഞ്ചി വേണമെന്ന് പറഞ്ഞു കണ്ട് ഒരാൾ വന്നിക്കണം. മെയിലാഞ്ചി ഇട്ടിരട്ടെ എന്ന് ചോദിച്ചിട്ടുള്ളൂ, അപ്പോഴത്തേക്കും ഹാജരായിക്കണം. ഓൾ എന്നെ സെലക്ട് ചെയ്ത് പിക്കാണ്ടത്. ഞാൻ സെയിൽ ചെയ്യുന്ന എന്റെ കോൺ ഇതാണ്, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇതെടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. എന്നെ ഇടുന്നതിന്റെ മുന്നേ പേസ്റ്റ് ഞാൻ കുറച്ച് ഒഴിവാക്കും. അപ്പോൾ കൺസിസ്റ്റൻസി കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തതാണ്. ആൾക്ക് ഞാൻ ഇട്ടെടുത്തുകാണ്ട് പകുതിയായിട്ടോ. മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ എത്ര നേരം വേണേലും ഇങ്ങനെ അനങ്ങാണ്ടിരുന്നോളും. അങ്ങനെ ഒരു കൈയിന്റെ ബാക്ക് സൈഡ് ഞാൻ ഫുള്ളാക്കി. പക്ഷെ എന്റെ കുട്ടിക്ക് തേഞ്ഞിട്ടില്ല. പിന്നെ 2 കൈന്റെ ഉള്ളിൽ ഞാൻ ചന്ദ്രക്കല വെച്ച് അഡ്ജസ്റ്റ് ആക്കി. ഒപ്പി ഞങ്ങൾക്ക് മസ്റ്റാണ്. ചന്ദ്രക്കല 30 നല്ല ഇഷ്ടമായി. പിന്നെ ഫുള്ള് അത് മതിയെന്നാ പറഞ്ഞത്. പോസ്റ്റിംഗ് ഒക്കെ അറിയാം, പറഞ്ഞിട്ടിപ്പിച്ചതാണെന്ന് ആരും പറയൂല. പിന്നെ ഞാൻ എന്റെ കയ്യിലും കുറച്ചിട്ട് ഞാനും ചന്ദ്രകല തന്നെ ആക്കി. നാട്ടിലാവുമ്പോൾ എല്ലാവർക്കും ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഞാൻ ഇടുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആവലുണ്ട്. അത് കഴിഞ്ഞ് എന്റെ കുട്ടി പിന്നെയും വന്നു, ഒക്കെ കാൽമൽ ഇട്ട് കൊടുക്കണം. അപ്പൊ അതും ഇട്ടു. ഇട്ടതിന് ശേഷമുള്ള വീഡിയോ എടുക്കാൻ മറന്നതുകൊണ്ട് അതിന്റെ സ്റ്റെയിന്റെ വീഡിയോ കേട്ടോ ഞാൻ ഇട്ടത്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കി കൊടുത്തു. അത്രയൊക്കെ തന്നെ. നാട്ടിലാകുമ്പോൾ തലേന്ന് ഫുള്ള് പണിയേക്കാരും. ഉള്ളി തൊലിക്കലും ഫുഡിലേക്കുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കലും എല്ലാം കൂടി തിരക്കേക്കാരും. ഞങ്ങൾക്ക് ഇവിടെ വരാൻ റിലേറ്റീവ്സോ അങ്ങനെ ആരും ഇല്ല. ഞങ്ങൾ 3 ആളെന്നെ ഉള്ളൂ. അപ്പൊ എന്തും ഉണ്ടാക്കണ പോലെ തന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും ഉണ്ടാക്കാനുള്ള തന്നെ ഉള്ളൂ. അതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് മുബാറക്.